നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു. ഇപ്പോൾ വാഹന പ്രചരണ പരിപാടി തുടങ്ങി. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ? വളരെ ഇന്നലത്തെ കൺവെൻഷൻ നിങ്ങൾ കണ്ടതാണല്ലോ. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇതുവരെ ഇങ്ങനെ നടന്നിട്ടില്ല. ഒക്കെ ഒരു കാലത്തും ഇല്ലാത്തൊരു വലിയ ആവേശം UDF പ്രവർത്തകർക്ക് മാത്രമല്ല ജനങ്ങൾക്കുമുണ്ട് എന്നതാണ്. ഈ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അതിൻ്റെ ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂർ തയ്യാറായിരിക്കുന്നു, നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മാത്രമല്ല, നമ്മളിന്ന് കടന്നു പോകുന്ന ഈ സ്ഥലം നിങ്ങൾക്കറിയാം. കവളപ്പാറ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രദേശങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇപ്പോഴും ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അതിന് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആ ജനകീയ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ച. ചില വിവാദങ്ങൾ ഉണ്ടാക്കി ഇതിൽ നിന്ന് ഈ യഥാർത്ഥമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ചിന്തിക്കേണ്ട. അതൊരിക്കലും നടക്കില്ല. ഈ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ കാര്യങ്ങൾ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇന്നലെ ഈ പാണക്കാട് കുടുംബം വിട്ടതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ചില കേന്ദ്രങ്ങളിലൊക്കെ പ്രചരിക്കേണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റാലിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ലീഗ് പ്രവർത്തകരാണ്. ഞാനതല്ലേ പറഞ്ഞത്. യഥാർത്ഥമായ പ്രശ്നങ്ങളിൽ നിന്ന് വഴി തിരിച്ചുവിടാൻ പല ബോധപൂർവമായ ശ്രമങ്ങളും ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവും. പക്ഷെ അതിനൊന്നും നിലമ്പൂരിലെ ജനങ്ങൾ വശംവദരാവുന്നില്ല. ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താവും. തീർച്ചയായും ഇത് 9 വർഷക്കാലത്തെ ഈ പറയുന്ന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായാലും മികച്ച ആവേശമാണ് വാഹന പ്രചരണ ജാഥയിൽ ഉടനീളം UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പിച്ചു പറയുകയും ചെയ്തു. നിലമ്പൂരിൽ നിന്ന് ക്യാമറ സജികുമാർ.